നമസ്കാരം. ന്യൂസ് പ്രധാന വാർത്തകൾ. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേ തീരുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർക്കാരിനെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം ADGP. RSS പ്രമാണിമാരെ നിരന്തരം സന്ദർശിച്ച് കിന്നാരം പറയുന്ന ഒരാൾ ADGP പദവിയിൽ ഇരിക്കാൻ അർഹനല്ലെന്നും ബിനോയ് വിശ്വം. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ KSEBക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ വൈദ്യുതി വിതരണത്തിൽ KSEB പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ടെന്നും മന്ത്രി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ഇന്ന് രാത്രി ചുമതലയേൽക്കും. മേൽശാന്തി മാറ്റമായതിനാൽ രാത്രി വിളക്കെഴുന്നള്ളിപ്പ് ഉണ്ടാകില്ല. പുതിയ മേൽശാന്തിയുടെ കാലാവധി ഇന്ന് രാത്രി മുതൽ 6 മാസത്തേക്ക്. വാർത്തകൾ വിശദമായി. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്നും മാറ്റിയേ തീരുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. CPI കയ്പമംഗലം മണ്ഡലം കമ്മിറ്റി ഓഫീസായ PK ഗോപാലകൃഷ്ണൻ സ്മാരക മന്ദിരത്തിന്റെ ഉദ്ഘാടനം മതേതരത്വം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സർക്കാരിനെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം ADGP. RSS പ്രമാണിമാരെ നിരന്തരം സന്ദർശിച്ച് കിന്നാരം പറയുന്ന ഒരാൾ ADGP പദവിയിൽ ഇരിക്കാൻ അർഹനല്ല. ഈ വിഷയത്തിൽ CPIക്കുള്ളത് ഉറച്ച നിലപാടാണ്. നിലമ്പൂരിലെ MLA എന്തൊക്കെയോ പറയുന്നുണ്ട്. ആഭ്യന്തര കാര്യങ്ങളിൽ ചിലതിനെല്ലാം ഗൗരവമുള്ളതാണെങ്കിലും അവയ്ക്ക് പരിഹാരം വേണം. നിലമ്പൂർ MLA രക്ഷകനല്ല, യഥാർത്ഥ രക്ഷകർ ജനങ്ങളാണ്. ഇടതുപക്ഷ ആശയത്തോട് ഹൃദയത്തിൻ്റെ ഉള്ളിൽ ലവലേശം ആത്മാർത്ഥതയില്ലാത്ത, പണത്തിൻ്റെയും പ്രതാപത്തിൻ്റെയും ഹുങ്കിൻ്റെയും രാഷ്ട്രീയത്തെ മാത്രം വലുതായി കാണുന്ന ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളച്ചിട്ട് ഞാൻ രക്ഷിക്കാമെന്ന് പറഞ്ഞാൽ അത് കേട്ട് CPIയുടെയോ CPMൻ്റെയോ LDFൻ്റെയോ ഒരാൾ പോലും പോകുന്നില്ല. CPIക്കും CPMനും വേറെ വേറെ വഴിയല്ല, ഒരേ വഴിയാണ്. അത് സത്യത്തിൻ്റെ നേരിൻ്റെ വഴിയാണ്. ചിലപ്പോൾ ചോദ്യങ്ങളും ഉത്തരങ്ങളും ഇപ്പോൾ വേറെയായിരിക്കാം, പക്ഷേ ആ ഉത്തരമെല്ലാം ഒന്നാകുമെന്നും ബിനോയ് വിശ്വം പറഞ്ഞു. മാറ്റിയേ തീരുവെന്ന് CPI ഖണ്ഡിതമായി പറയുന്നു. എന്തുകൊണ്ട്? LDFന്റെ ഗവൺമെന്റാണത്. ഇടതുപക്ഷ മാനസികന്ന് ബോധ്യമുള്ള സർക്കാരാണ് LDF ഗവൺമെന്റ്. ആ ഗവൺമെന്റ് ഇടതുപക്ഷ മുന്നണികളെ പറ്റി ബോധ്യമുണ്ടാകണം. വിഷയങ്ങൾ ഏതുമാകട്ടെ. നിലമ്പൂരിലെ MLA എന്തൊക്കെയോ പറയുന്നുണ്ട്. ആ പറയുന്ന കാര്യങ്ങളിൽ ചിലതെല്ലാം ഗൗരവമുള്ളതാണെങ്കിൽ അവയ്ക്ക് പരിഹാരം വേണമെന്നും CPI പറയും. പക്ഷേ പരിഹാരം ഇടതുപക്ഷ പരിഹാരമായിരിക്കണം, അല്ലാതെ എന്തെങ്കിലും ആകാൻ പാടില്ല. ഈ ഭാഗത്ത് എവിടെയെങ്കിലും പ്രശ്നങ്ങൾ വന്നാൽ തീർക്കാൻ വേണ്ടിയുള്ള പരിഹാരങ്ങൾക്കെല്ലാം CPIക്ക് ഖണ്ഡിതമായ അഭിപ്രായമുണ്ട്. ഇടതുപക്ഷ പോംവഴിയേ ഉള്ളൂ, വേറൊരു പോംവഴി പാടില്ല. ഉണ്ടായാൽ ഇടതുപക്ഷം അല്ലാതായി പോകും. ET ടൈസൺ MLA അധ്യക്ഷത വഹിച്ചു. ദേശീയ എക്സിക്യൂട്ടീവ് അംഗം KP രാജേന്ദ്രൻ ലൈബ്രറിയുടെ ഉദ്ഘാടനവും റവന്യൂ മന്ത്രി K രാജൻ മീറ്റിംഗ് ഹാളിൻ്റെ ഉദ്ഘാടനവും നിർവഹിച്ചു. CPI സംസ്ഥാന എക്സിക്യൂട്ടീവ് അംഗം CN ജയദേവൻ പതാക ഉയർത്തി. സംസ്ഥാന കൗൺസിൽ അംഗങ്ങളായ VS സുനിൽകുമാർ, KG ശിവാനന്ദൻ, ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി TR രമേഷ് കുമാർ തുടങ്ങിയവർ പ്രസംഗിച്ചു. ഉദ്ഘാടന ചടങ്ങിന് മുന്നോടിയായി നിരവധി പ്രവർത്തകർ അണിനിരന്ന പ്രകടനവുമുണ്ടായി. ന്യൂസ് ബ്യൂറോ, തൃശൂർ. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ KSEBക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പാലക്കാട്ട് പറഞ്ഞു. ആശുപത്രികളിലെ വൈദ്യുതി വിതരണത്തിൽ KSEB പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ടെന്നും മന്ത്രി പറഞ്ഞു. SATയിലെ വൈദ്യുതി തടസ്സവുമായി ബന്ധപ്പെട്ട് അടുത്ത ദിവസം ആരോഗ്യവകുപ്പുമായി നേരിട്ട് ചർച്ച നടത്തും. ജനറേറ്ററിലെ വാൾവുകൾ ക്ലാവ് പിടിച്ചതാണ് വൈദ്യുതി ബന്ധം തകരാറിലാവാൻ കാരണം. ആശുപത്രിയിലെ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ KSEBക്ക് വീഴ്ചയില്ലെന്നും എന്നാൽ വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ഇതിൽ KSEBയുടെ ഭാഗത്തുനിന്ന് വീഴ്ച ഉണ്ടായി പ്രാഥമികമായ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. വിശദമായ റിപ്പോർട്ട് ലഭിക്കാൻ KSEBയുടെ വിതരണ വിഭാഗം ഡയറക്ടർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കൂടാതെ ചീഫ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറോടും ഇത് പരിശോധിച്ച റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചിട്ടുണ്ട്. ഈ റിപ്പോർട്ടുകൾ പരിശോധിച്ച് ഉചിതമായ നടപടി നാളെ ഓൺലൈനിൽ PWDയിലെ ഇന്നും ആസ്പത്രിയും ഇലക്ട്രിസിറ്റി വഴിയും കൂടിയുള്ള ഒരു PWDയിൽ ഒരു ചർച്ച വെച്ചിട്ടുണ്ട്. ചർച്ച വിളിക്കുന്നുണ്ട്, നാളെ ഓൺലൈനിൽ ചർച്ച വെച്ചത്. ഇനി ഇത് വരാതിരിക്കാൻ എന്തൊക്കെ നടപടിയെടുക്കാൻ സ്വീകരിക്കണം. ഇപ്പോൾ മെഡിക്കൽ കോളേജ് എൻ്റെ ഭാഗത്തു നിന്നുള്ളൊരു പ്രതികരണം വന്നുള്ളത്, ഇത് KSEBയുടെ മെയിൻ്റനൻസ് ജോലി നടത്തിയിരുന്നു, അങ്ങനെയാണ് ഈ ഒരു ഇലക്ട്രിക് സപ്ലൈ മുടങ്ങിയത്. അത് KSEBയുടെ ആ സമയത്ത് ജനറേറ്റർ വർക്ക് ചെയ്യാൻ വരുന്നു, അത് വർക്ക് ചെയ്തില്ലല്ലോ. ജനറേറ്റർ വെച്ചത് എന്തിനാണ്? ഇലക്ട്രിസിറ്റി സപ്ലൈ ഇല്ലാത്ത സമയത്ത് ചെയ്യാനല്ലേ.
അത് കഴിഞ്ഞ് സപ്ലൈ വന്നപ്പോൾ അത് എടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം, പാനലിൻ്റെ ബോർഡിൻ്റെ തകരാറ് വന്നു. അതാണ് ഉണ്ടായത്. ഇതിപ്പോൾ ആശുപത്രി അധികൃതരുടെ ഭാഗത്തു നിന്നാണോ ഒരു വീഴ്ച ഉണ്ടായത്? അല്ല, ആശുപത്രിയില്ല, മെയിൻ്റനൻസിന് നേരത്തെ ചോദിച്ചു, അപ്പോൾ വൈകി കൊടുക്കാൻ. നമുക്ക് മഴക്കാലത്തിന് മുമ്പുള്ളൊരു മെയിൻ്റനൻസ് വരുമല്ലോ, അതിനുള്ള സമയം കൊടുത്തപ്പോൾ അവർക്ക് സമയം കിട്ടിയില്ല. അവർക്ക് ആശുപത്രി അതിൽ കുറ്റമില്ല, അവരുടെ പ്രശ്നങ്ങളുമുണ്ട്. അത് അവസാനമാണ് ഇന്നലെയാണ് തന്നപ്പോൾ 3 മണിക്കൂർ ഒരു വർക്ക് ചെയ്യുമ്പോഴാണ് ഈ തകരാറ് വന്നത്. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സോളിഡാരിറ്റി പറളി, ഒറ്റപ്പാലം, ചെറുപ്പളശ്ശേരി ഏരിയ കമ്മിറ്റികൾ സംയുക്തമായി യൂത്ത് കഫേ സംഘടിപ്പിച്ചു. കോങ്ങാട് ഹില്ലാൻഡ് പാർക്കിൽ നടന്ന പരിപാടി ജമാഅത്തെ ഇസ്ലാമി സംസ്ഥാന കമ്മിറ്റി അംഗം ടി ഷാക്കിർ വേളം ഉദ്ഘാടനം ചെയ്തു. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളെ കുറിച്ച് പറയുമ്പോൾ വിശ്വാസികൾ എന്ന് പൊതുവെ പറഞ്ഞു പോകുന്നതിന് പകരം വിശ്വാസികളെ കുറിച്ച് ഖുർആൻ നടത്തുന്ന പ്രയോഗം ഒന്ന് ഉമ്മത്ത് എന്നാണ്. ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ നിങ്ങളൊരു സമൂഹമാണ്. എന്താണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ? ഖൗമും മഅൽ ഗായ, സവിശേഷമായൊരു ദൗത്യമുള്ള സമൂഹം എന്നാണ് അതിന് പണ്ഡിതന്മാർ പറയുന്ന അർത്ഥം. സോളിഡാരിറ്റി ജില്ലാ സെക്രട്ടറി ME മുഹമ്മദ് നസീഫ് അധ്യക്ഷനായി. സോളിഡാരിറ്റി സംസ്ഥാന കമ്മിറ്റി അംഗം CS ഷാഹിൻ, ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് നൌഷാദ് മുഹിയുദ്ദീൻ, ബഷീർ ഹസൻ നദ്വി, PP മുഹമ്മദ്, അൻഷാദ് കുന്നക്കാവ്, ഏരിയ പ്രസിഡന്റുമാരായ നിജാം കല്ലേക്കാട്, മുഹമ്മദ് മുഫ്ലിഹ്, ജാബിർ വടക്കഞ്ചേരി തുടങ്ങിയവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ഇന്ന് രാത്രി ചുമതലയേൽക്കും. ഇന്ന് രാത്രി മുതൽ 6 മാസക്കാലമാണ് പുതിയ മേൽശാന്തിയുടെ കാലാവധി. പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി അത്താഴപൂജ കഴിഞ്ഞ് അധികാരചിഹ്നമായ താക്കോൽക്കൂട്ടം വെള്ളിക്കുടത്തിൽ നിക്ഷേപിച്ച് സ്ഥാനമൊഴിയുന്നതോടെയാണ് പുതിയ മേൽശാന്തിയായി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ചുമതലയേൽക്കുക. ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വരൻ നമ്പൂതിരിപ്പാട് താക്കോൽ പുതിയ മേൽശാന്തിയെ ഏൽപ്പിക്കും. മേൽശാന്തി മാറ്റമായതിനാൽ രാത്രി വിളക്ക് എഴുന്നള്ളിപ്പുണ്ടാകില്ല. പുതിയ മേൽശാന്തി ഇന്ന് രാത്രി മുതൽ 6 മാസക്കാലം ക്ഷേത്രത്തിൽ തന്നെ താമസിച്ച് പുറപ്പെടാ ശാന്തിയായി പൂജകൾ ചെയ്യും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. മണ്ണൂരിൽ CPM സമ്മേളനത്തിന്റെ ഭാഗമായി കുടുംബസംഗമവും അനുമോദന സദസ്സും നടത്തി. CPM ലോക്കൽ സെക്രട്ടറി TR ശശി കുടുംബസംഗമം ഉദ്ഘാടനം ചെയ്തു. പാർട്ടിയിലെ മെമ്പർഷിപ്പിലോ പാർട്ടി അനുഭാവിയിലോ പോലും പ്രവർത്തിക്കാൻ കഴിയാത്ത പ്രായത്തിലെ അന്ന് വളണ്ടിയർ ആവുകയും അന്ന് അവരുടെ രക്ഷിതാവ് ഉൾപ്പെടുന്ന കൊച്ചുണ്ണിയേട്ടനും അവരുടെ രക്ഷിതാവായിട്ടുള്ള രാമൻകുട്ടിയേട്ടനും ഉൾപ്പെടെ ഈ മണ്ണൂർ പഞ്ചായത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ചരിത്രമെടുത്ത് പരിശോധിക്കുമ്പോൾ മണ്ണൂർ പഞ്ചായത്തിലെ ഞാറക്കോടുള്ള രാമൻകുട്ടിയേട്ടനെയും ഞാറക്കോടുള്ള കൊച്ചുണ്ണിയേട്ടനെയും അതേപോലെ തന്നെ മണ്ണൂർ പഞ്ചായത്തിലെ MC കൃഷ്ണൻ നായരെയും അതേപോലെ തന്നെ മണ്ണൂരിലെ ചാമുണ്ണി മാസ്റ്ററെയും അതുപോലെ തന്നെ NV കൃഷ്ണനിവാരെ പോലുള്ള അതുപോലെ തന്നെ പേഴുങ്കാട് കണ്ടേട്ടനെ പോലെയുള്ള ആദ്യകാല സഖാക്കൾ എന്ന് പറയുന്ന കഴിഞ്ഞ കാലങ്ങളിൽ നടത്തിയ ത്യാഗോജ്ജലമായ പ്രവർത്തനങ്ങളുടെ ഭാഗമായിട്ടാണ് ഇന്ന് ഈ മണ്ണൂർ ഞാറക്കോട് നടന്ന കുടുംബസംഗമത്തിൽ ആദ്യകാല പാർട്ടി പ്രവർത്തകരെയും ദേശീയ വടംവലി മത്സരത്തിൽ സ്വർണം നേടിയ വിദ്യാർത്ഥിനി സ്നേഹയെയും ഉപഹാരം നൽകി ആദരിച്ചു. പരിപാടിയിൽ VK മുരളി അധ്യക്ഷനായി. പഞ്ചായത്ത് ഉപാധ്യക്ഷൻ OV സ്വാമിനാഥൻ, പഞ്ചായത്ത് അംഗം VC പ്രീത, NC രമണി, PK ബാലകൃഷ്ണൻ, K കൃഷ്ണൻ, കൃഷ്ണൻകുട്ടി, PT അപ്പുക്കുട്ടൻ, AK ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഒക്ടോബർ 29-30 തീയതികളിലാണ് മണ്ണൂർ ലോക്കൽ കമ്മിറ്റി സമ്മേളനം നടക്കുക. 29-ന് പ്രതിനിധി സമ്മേളനവും 30-ന് പൊതുസമ്മേളനവും നടക്കും. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പത്തിരിപ്പാല മൗണ്ട് സീന ITIയിൽ ട്രേഡ് പ്രദർശനമേള സംഘടിപ്പിച്ചു. മൗണ്ട് സീന ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു. മൗണ്ട് സീന ITIയിൽ ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, മെക്കാനിക്, ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ഡ്രാഫ്റ്റ്മാൻ, സിവിൽ തുടങ്ങിയ കേന്ദ്ര ഗവൺമെന്റ് അംഗീകാരത്തോടെ നടക്കുന്ന NCVT ട്രേഡുകളുടെ ഇൻസ്ട്രുമെന്റ് പ്രദർശനമേളയും ട്രേഡുകളെക്കുറിച്ചുള്ള വിശദീകരണവുമാണ് നടന്നത്. ഡയറക്ടർ ഓഫ് ലൈഫ് സ്കിൽ സ്റ്റഡീസ് അബ്ദുൽ അസീസ് കള്ളിയത്ത്, ITI പ്രിൻസിപ്പൽ സൽമാൻ ബിൻ അലി, മാനേജർ സിദ്ദിഖ്, ട്രേഡ് ഇൻസ്ട്രക്ടർ ജയപ്രകാശ്, ജാൻസി റാണി, വിപിൻ, വിജേഷ്, ഇർഫാൻ, ആഷിഫ, ഹാരിസ്, വിനീത, ഷബീഹ, മുബഷിറ, രമണി, രാജലക്ഷ്മി തുടങ്ങിയവരും വിവിധ ട്രേഡുകളിലെ വിദ്യാർത്ഥികളും നേതൃത്വം നൽകി. മൗണ്ട് സീന ഇംഗ്ലീഷ് സ്കൂളിലെ 300ഓളം വിദ്യാർത്ഥികളും അധ്യാപകരും മേളയിൽ പങ്കെടുത്തു. ഇലക്ട്രീഷ്യൻ ട്രേഡിൽ ഹൗസ് വയറിംഗ്, ഇൻഡസ്ട്രിയൽ വയറിംഗ്, DC മോട്ടോർ, AC മോട്ടോർ, DC ജനറേറ്റർ, AC ജനറേറ്റർ,
ട്രാൻസ്ഫോമറുകൾ, ബാറ്ററി എന്നിവയും മറ്റു ഉപകരണങ്ങളും പ്രദർശനം നടത്തി. ഫിറ്റർ ട്രേഡിൽ ലേത്ത് മെഷീൻ, ഡ്രില്ലിംഗ് മെഷീൻ, ഗ്രൈൻഡിംഗ് മെഷീൻ, ഹൈഡ്രോളിക് ആൻഡ് ന്യൂമാറ്റ് എന്നിവയും മറ്റു ഉപകരണങ്ങളും പ്രദർശനം നടത്തി. മെക്കാനിക്കൽ, ഓട്ടോ ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് ട്രേഡിൽ വാഹനത്തിന്റെ എഞ്ചിൻ ഭാഗങ്ങളും, ഗിയർ ബോക്സ്, സ്റ്റാർട്ടിംഗ് മോട്ടോർ, ഓൾട്ടർനേറ്റർ, സ്റ്റിയറിംഗ് ഗിയർ ബോക്സ്, ബാറ്ററി ടെസ്റ്റിംഗ് ആൻഡ് മെയിൻ്റനൻസ്, പവർ വിൻഡോ, വയറിംഗ് സിസ്റ്റം എന്നിവയ്ക്ക് പുറമെ നൂതന സംവിധാനമായ സ്കാനിംഗ് ടൂൾ, മറ്റു ഉപകരണങ്ങൾ എന്നിവ പ്രദർശിപ്പിച്ചു. ഡ്രാഫ്റ്റ്മാൻ സിവിൽ ട്രേഡിൽ ഡ്രോയിംഗ് ഉപകരണങ്ങൾ, സർവേ ഉപകരണങ്ങളായ ടോട്ടൽ സ്റ്റേഷൻ, തിയോഡലൈറ്റ്, ഡംബി ലെവൽ, പ്ലെയിൻ ടേബിൾ, പ്രിസ്മാറ്റിക് കോമ്പസ്, ചെയിൻസ് തുടങ്ങിയ ഉപകരണങ്ങൾ, ഓട്ടോകാഡ് വിത്ത് 3D മോഡൽസ് എന്നിവയും പ്രദർശനം നടത്തി. നിരവധി വിദ്യാർത്ഥികൾ, രക്ഷിതാക്കൾ, അധ്യാപകരും പ്രദർശനമേള കാണാനെത്തി. ശേഷം വിദ്യാർത്ഥികൾ ഓരോ ബാച്ചായിട്ട് 25 വീതം അടങ്ങുന്ന വിദ്യാർത്ഥികൾ, 300ഓളം വിദ്യാർത്ഥികൾ ബാച്ചായിട്ട് മൗണ്ടസീന ITIയിലുള്ള 4 ട്രേഡുകൾ, ഇലക്ട്രീഷ്യൻ, ഫിറ്റർ, ഓട്ടോ ഇലക്ട്രിക്കൽ, ഡ്രാഫ്റ്റ്മാൻ സിവിൽ, ഈ 4 NCVTയുടെ ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കുളപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് വാർഷിക പൊതുയോഗം ചേർന്നു. ബാങ്ക് പ്രസിഡന്റ് P. രഞ്ജിത്തിന്റെ അധ്യക്ഷതയിലായിരുന്നു 2024 വർഷത്തെ പൊതുയോഗം. അതുപോലെ തന്നെ മറ്റ് വിശേഷ അവസരങ്ങളിലെല്ലാം തുണിയുടെ മാർക്കറ്റ് ഓണവുമായി ബന്ധപ്പെട്ട് നടത്തി. അങ്ങനെ എല്ലാ വിഭാഗം ആളുകളുടെയും ഒരു ബാങ്കായി മാറണം എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായി കാർഷിക മേഖലയിൽ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മളുടെ കർഷകർ ഇപ്പോൾ അനുഭവിക്കുന്നുണ്ട്. കാർഷിക മേഖലയിൽ അവരുടെ പണിക്കാരെ കിട്ടാത്തൊരു സാഹചര്യം, പണിക്കാരെ കിട്ടിയാൽ തന്നെ അവർക്ക് കൃത്യമായി അവരുടെ കാര്യങ്ങൾ നടത്താൻ കഴിയാത്തൊരവസ്ഥകൾ. പൊതുയോഗത്തിൽ ബാങ്ക് വൈസ് പ്രസിഡന്റ് P. അബ്ദുൾ റസാഖ് സ്വാഗതം പറഞ്ഞു. സെക്രട്ടറി വിനോദ് മേനോൻ ഭരണ റിപ്പോർട്ടും, ചീഫ് അക്കൌണ്ടന്റ് K. ശ്രീപ്രഭ വരവ് ചെലവ് കണക്കും, ബ്രാഞ്ച് മാനേജർ KV സതി സപ്ലിമെന്ററി ബജറ്റും ഇന്റേണൽ ഓഡിറ്റും, C. ബിനു കരട് ബജറ്റും, ഡയറക്ടർ PA പത്മജ അനുശോചന പ്രമേയവും അവതരിപ്പിച്ചു. P. രഞ്ജിത്ത് ഓഡിറ്റ് റിപ്പോർട്ട് വായിച്ചു. വായ്പ കൃത്യമായി തിരിച്ചടച്ചവരെ ചടങ്ങിൽ ആദരിച്ചു. C. ഉണ്ണികൃഷ്ണൻ നന്ദി പറഞ്ഞു. ന്യൂസ് സെന്റർ, ഷൊർണൂർ. ഒറ്റപ്പാലം കേന്ദ്രമായി പ്രവർത്തിക്കുന്ന ജനനന്മ ചാരിറ്റബിൾ ട്രസ്റ്റ് മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകുമെന്ന് ചെയർമാൻ ജാഫർ പാലക്കാട്ട് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 2025 ജനുവരി 30 മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പുരസ്കാര സമർപ്പണം നിർവഹിക്കും. കോവിഡ്, പ്രളയം എന്നിവ മൂലം കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി പുരസ്കാര സമർപ്പണം നടന്നിട്ടില്ല. ചലച്ചിത്ര മേഖലയിലെ വിവിധ ശാഖകളിൽ നൽകിയ സംഭാവന പരിഗണിച്ചാണ് പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകുന്നത്. ധ്യാനത്തിലിരിക്കുന്ന ഗാന്ധിജിയുടെ മുഖം ആലേഖനം ചെയ്ത ഫലകവും 1,00,000 ലക്ഷം രൂപയുമാണ് പുരസ്കാരം. പുരസ്കാര സമർപ്പണം 2025 ജനുവരി 30 മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ നിർവഹിക്കുമെന്നും ജാഫർ ജി പറഞ്ഞു. ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം നൽകി ആദരിച്ചു വരുന്നു. മലയാള ചലച്ചിത്ര മേഖലയിൽ രചനാ വൈഭവങ്ങളിലൂടെ സംഗീതത്തിൽ ഹൃദയഭംഗി ചാർത്തിയ കവിയും സംവിധായകനും നിർമ്മാതാവുമായ ഒരു ബഹുമുഖ പ്രതിഭയാണ് ശ്രീകുമാരൻ തമ്പി. 7ാമത്തെ 2021 ജനനന്മ മഹാത്മാഗാന്ധി കൾച്ചറൽ ഫോറം പുരസ്കാരം ശ്രീകുമാരൻ തമ്പിക്ക് നൽകാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ട്രസ്റ്റ് വൈസ് ചെയർമാൻ പുന്നടയിൽ രവി, സെക്രട്ടറി AN ഗോപകുമാർ, സംസ്കൃതി ട്രഷറർ രാജേഷ് അടക്കാപ്പുത്തൂർ എന്നിവരും വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി. സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിജിത്ത് പ്രവൃത്തികൾ ഉദ്ഘാടനം ചെയ്തു. സ്വച്ഛതാ ഹി സേവ ശുചിത്വ യജ്ഞത്തിന്റെ ഭാഗമായി പട്ടാമ്പി റെയിൽവേ സ്റ്റേഷനിൽ ശുചീകരണങ്ങൾ തുടർന്നു വരികയാണ്. ഞായറാഴ്ച നടന്ന ശുചീകരണത്തിന് സേവാഭാരതി പ്രവർത്തകർ നേതൃത്വം നൽകി. ശുചീകരണ യജ്ഞത്തിന്റെ ഉദ്ഘാടനം സേവാഭാരതി ജില്ലാ വൈസ് പ്രസിഡന്റ് ഡോക്ടർ വിജിത്ത് ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിജിയുടെ 155ാമത്തെ ജന്മദിനമാണ് ഈ ഒക്ടോബർ 2-ാം തീയതി. ശുചിത്വ രാജ്യം എന്ന ഒരു വലിയ ആശയം നമ്മുടെ ഗാന്ധിജിയാണ് മുന്നോട്ട് വെച്ചത്. 2014 ഒക്ടോബർ 2 ആദരണീയനായ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് നടപ്പിലാക്കിയത്. രാജ്യത്തുടനീളം ഗ്രാമങ്ങളിലും നഗരങ്ങളിലും ജനങ്ങളത് ഏറ്റെടുത്തു. സ്റ്റേഷൻ മാസ്റ്റർ EK ബാബു, സത്യനാരായണൻ, മണികണ്ഠൻ തുടങ്ങിയവരും സംസാരിച്ചു. ഈ മാസം 17 ശുചീകരണങ്ങൾ ആരംഭിച്ചത്. നിലവിൽ പട്ടാമ്പി, തൃത്താല മേഖലകളിലെ വിവിധ വിദ്യാലയങ്ങളിലെ NSS യൂണിറ്റ് അംഗങ്ങളുടെയും സന്നദ്ധ സംഘടനകളുടെയും സഹകരണത്തോടുകൂടി ശുചീകരണം കഴിഞ്ഞ ദിവസങ്ങളായി നടന്നു വന്നിരുന്നു. ന്യൂസ് ബ്യൂറോ, പട്ടാമ്പി. പത്രിപ്പാല മക്ക മസ്ജിദ് കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ സൗഹൃദ വിരുന്നും കുടുംബസംഗമവും നടന്നു. ജമാഅത്തെ ഇസ്ലാമി ജില്ലാ വൈസ് പ്രസിഡന്റ് ബഷീർ ഹസൻ നദ്വി ഉദ്ഘാടനം ചെയ്തു.
ചടങ്ങിൽ ഷംസുദ്ദീൻ പത്രിപ്പാല അധ്യക്ഷനായി. ഷിഹാബ് പത്രിപ്പാല സ്വാഗതം പറഞ്ഞു. അബ്ദുൾ അസീസ് കള്ളിയത്ത്, അബ്ദുൾ ഗഫൂർ, വിനോദ് മാസ്റ്റർ, ഉദയകുമാർ, യൂസഫ് സിറ്റിസൺ, ശിവദാസൻ, ഹരിത, അനിത, മോഹൻദാസ്, വിൻസെന്റ്, ലീല ബാലകൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. ഓണം എന്ന് പറയുന്നത് കേരളീയരുടെ ഒരു കാർഷികോത്സവമാണ്. അതായത് കള്ളക്കർക്കിടം കഴിഞ്ഞ് മാനം വെളുക്കുമ്പോൾ സമൃദ്ധിയുടെ അതുപോലെ തന്നെ വിളവെടുപ്പിൻ്റെ കാലത്തിലേക്ക് കാലെടുത്ത് വയ്ക്കുമ്പോൾ മലയാളികൾ ഒന്നിച്ചാഘോഷിച്ച ആഘോഷത്തിൻ്റെ പേരാണ് യഥാർത്ഥത്തിൽ ഓണം എന്ന് പറയുന്നത്. ഓണത്തിന് പൊന്നിൻ ചിങ്ങം എന്നും അതുപോലെ പൊന്നോണം എന്നും നമ്മൾ പറയാറുണ്ട്. അതിനെക്കുറിച്ച് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്, ഇങ്ങനെ മാനം തെളിയുമ്പോഴാണ് കടലിലൂടെ മതസൗഹാർദ്ദത്തിന്റെ വേദി കൂടിയായി മക്ക മസ്ജിദ് സംഘടിപ്പിച്ച കൂട്ടായ്മ. വിവിധ ഇതര മതസ്ഥരിൽപ്പെട്ട 60ഓളം പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. ന്യൂസ് ബ്യൂറോ, പത്രിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ADGP MR അജിത് കുമാറിനെ ക്രമസമാധാന ചുമതലയിൽ നിന്ന് മാറ്റിയേ തീരുവെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. സർക്കാരിനെക്കുറിച്ചും നയങ്ങളെക്കുറിച്ചും അറിയാൻ സാധിക്കുന്ന ആളായിരിക്കണം ADGP. RSS പ്രമാണിമാരെ നിരന്തരം സന്ദർശിച്ച് കിന്നാരം പറയുന്ന ഒരാൾ ADGP പദവിയിൽ ഇരിക്കാൻ അർഹനല്ലെന്നും ബിനോയ് വിശ്വം. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ വൈദ്യുതി വിതരണം തടസ്സപ്പെട്ടതിൽ KSEBക്ക് വീഴ്ചയില്ലെന്ന് മന്ത്രി K കൃഷ്ണൻകുട്ടി. വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കാൻ ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി. ആശുപത്രികളിലെ വൈദ്യുതി വിതരണത്തിൽ KSEB പ്രത്യേക ശ്രദ്ധ പുലർത്താറുണ്ടെന്നും മന്ത്രി. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുതിയ മേൽശാന്തിയായി പുതുമന ശ്രീജിത്ത് നമ്പൂതിരി ഇന്ന് രാത്രി ചുമതലയേൽക്കും. മേൽശാന്തി മാറ്റമായതിനാൽ രാത്രി വിളക്കെഴുന്നള്ളിപ്പ് ഉണ്ടാകില്ല. പുതിയ മേൽശാന്തിയുടെ കാലാവധി ഇന്ന് രാത്രി മുതൽ 6 മാസത്തേക്ക്. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിച്ചു. നമസ്കാരം.